മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിണക്കമൊക്കെ മാറി കണ്ണനാണെങ്കിൽ മഹിയും കൂട്ടി ഒരു വൺ ഡേ ട്രിപ്പിന് എന്ന രൂപത്തിൽ പുറത്തു പോകാൻ റെഡിയായി നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് മഹിയോട്, തനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എങ്കിൽ നമുക്ക് പോകാം, എനിക്ക് യാത്ര ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല, കണ്ണേട്ടൻ പിണങ്ങാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കവേ നമ്മുടെ മഞ്ജു ആണെങ്കിൽ മഹിയെ വിളിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഏട്ടനെ ഒന്ന് കാണണം. അപ്പം മഹി പറയുന്നു, ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് പുറത്തേക്ക് പോകുക, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് കുറച്ച് ദിവസം ഡൾ അല്ലായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോകുക, ആ കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു. കണ്ണനും മഹി എന്താണ് മഞ്ജുവിന് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് വാടക വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സാഗർ ആണെങ്കിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. സാഗറിനോട് കാര്യം തിരക്കുമ്പോൾ മഞ്ജു അല്ലേ പറയാമെന്ന് പറഞ്ഞത്, മഞ്ജു തന്നെ ആ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അകത്തേക്ക് വരുമ്പം നമ്മുടെ മഞ്ജു മഹിയോട് ആ സന്തോഷ വാർത്ത അറിയിക്കുന്നു. താനൊരു കുഞ്ഞിന് അമ്മയാകാൻ പോകുക, സാഗരേട്ടനൊരു അച്ഛനാകാൻ പോകുക എന്ന് കേട്ടതും മഹിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അപ്പം മഹിയും മഞ്ജുവും കൂടി വന്ന് കണ്ണേട്ടനോടും സാഗറിനോടും ഒക്കെ ആയിട്ട് നേരിട്ട് പറയുന്നു, നമ്മൾ രണ്ടുപേരും മാത്രമല്ല അച്ഛനും അമ്മ എന്ന് വിളിക്കാൻ ഒരാളെ കാത്തിരിക്കുന്നത്, ദാ ഇവരും അതുപോലെ പ്രതീക്ഷിച്ചിരിക്കുക. എന്താ മോളെ, എങ്കിൽ നിനക്ക് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടല്ലായിരുന്നോ വരുന്നത്, എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പോര് എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട കണ്ണേട്ട, കാരണം ആദ്യം 3 മാസം അധികം യാത്രയൊന്നും പാടില്ലെന്നല്ലേ പറയുന്നത്, എലിസബത്ത് മേഡവും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരാഴ്ച സാഗരേട്ടന് ലീവും തന്നിട്ടുണ്ട് തോമസ് സാറ്, അതുകൊണ്ട് സാഗരേട്ടൻ കൂടെ കാണും. അപ്പം മഹിയാണെങ്കിൽ അനന്തുവിനോടും ലേഖയോടൊപ്പം താമസിക്കാനായിട്ട് മഞ്ജുവിനെ ക്ഷണിക്കുന്നു. വേണ്ട ഏട്ടത്തി, നന്നായിട്ട് അവർ നോക്കുന്നില്ല, ഞാനും കൂടി വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടല്ല. ലേഖയെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം, അവർക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനോട് ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, ഞങ്ങൾ പോയിട്ട് വരുമ്പം മേടിച്ചുകൊണ്ട് വരാമെന്ന് കണ്ണനും പറയുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ പോകുന്നു. തൽക്കാലം ഈ സന്തോഷ വാർത്ത മഞ്ജുവിനും സാഗറിനും നേരിട്ട് ദുർഗയോടും ഉണ്ണിയോടൊന്നും പറയാൻ താല്പര്യമില്ല. അവരെക്കായൊക്കെ മുമ്പേ അമ്മയാകേണ്ട ഒരു സ്ത്രീ വീട്ടിലുണ്ടായിരുന്നു, അതായത് കരുണ. അപ്പം അവൾക്ക് കുഞ്ഞില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കുമ്പം ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് വിഷം കലർത്തി കൊടുത്ത അമ്മയാണ് ദുർഗ. അതുകൊണ്ട് തൽക്കാലം പറയണമെന്ന് ആഗ്രഹമില്ല. എങ്കിലും മഹാലക്ഷ്മി തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരായിട്ട് പറയാം എന്നൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ പുറത്തു പോയി ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്ത് കുറച്ച് നേരം കറങ്ങി സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കണ്ണനെയും മഹാലക്ഷ്മിയും പരിചയമുള്ളൊരു ആൾ അവർ രണ്ടുപേരെയും കാണുന്നുണ്ട്. അപ്പം കണ്ണൻ നടക്കുന്നത് കണ്ടിട്ട് അയാൾക്ക് പെട്ടെന്നൊരു ഷോക്കാണ് ഉണ്ടാകുന്നത്. പ്രതാപൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ആ കണ്ട വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ സത്യം അധികം താമസിക്കാതെ എല്ലാവരുടെയും കാതിലേക്ക് എത്തുന്നു. അതായത് കണ്ണന് യാതൊരു കുഴപ്പമില്ല, വീൽചെയറിൽ നിന്ന മനുഷ്യൻ വീണ്ടും നടക്കാൻ തുടങ്ങി എന്നുള്ളൊരു സന്തോഷ വാർത്ത. അപ്പം പ്രതാപനെ കാണാൻ അയാൾ വരുന്നുണ്ട്. എന്തോ സാധനം മേടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ്. ആ സാധനം തിരികെ കൊണ്ടുവന്ന് കൊടുത്തിട്ട്, സാറിൻ്റെ മരുമകൻ ഇപ്പം വീൽചെയറിൽ നിന്നിട്ട് നടക്കാൻ തുടങ്ങിയല്ലേ. അപ്പം പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നു, എന്താ ഈ പറഞ്ഞത്? അല്ല, കമലേശ്വരത്തെ കണ്ണ സാറ് വീൽചെയറിൽ നിന്ന് നടക്കാൻ തുടങ്ങിയല്ലേ? ചുമ്മാ അനാവശ്യമൊന്നും പറയല്ലേ, എനിക്ക് കുറച്ച് ദിവസം മാനസികമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ പ്രശ്നം തനിക്കാണോടോ? അല്ല സാറേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇന്ന് ബീച്ചിൽ സാറിൻ്റെ മകളും അതുപോലെ വീൽചെയറിലായിരുന്ന കണ്ണ സാറും നടക്കുന്നത് കണ്ടു, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോഴത്തേക്കും മുത്തശ്ശി അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശിയാണെങ്കിൽ വന്ന് പ്രതാപനോട് പറയുന്നു, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണും, അല്ലെങ്കിൽ പെട്ടെന്ന് അവൾ എങ്ങനെ ഒരു കുഞ്ഞിന് അമ്മയാകാൻ തയ്യാറെടുക്കുന്നു, മാത്രമല്ല നിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ അനന്തുവിനും ലേഖയ്ക്കും കണ്ണനും ഒക്കെ അറിയാവുന്ന എന്തൊക്കെയോ രഹസ്യമുണ്ട്. ഇപ്പം സത്യങ്ങളെല്ലാം നമ്മൾ കുറേ നാൾ മൂടി വച്ചില്ലേ, അതായത് നീയാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നെന്നുള്ള കാര്യം, അതുപോലെ മഹാലക്ഷ്മിയും കണ്ണനും അതുപോലെ നടക്കാനും കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ ആരും അറിയിക്കില്ല, നമ്മൾ അവരുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരല്ലെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണെന്നെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് മുത്തശ്ശിയും അതുപോലെ പ്രതാപനും. അതേസമയം നമ്മുടെ കരുണയല്ലേ ആള്, വാമദേവൻ അമ്മാവൻ അയാളായിട്ട് കൊട്ടേഷൻ കൊടുത്ത് കണ്ണൻ്റെ അച്ഛനെ കൊന്ന് സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊന്നുവെങ്കിലും ആ ഒരു രഹസ്യം മൂടി വെച്ചു എന്നുള്ള പേര് മഹാലക്ഷ്മിയിൽ നിന്നും എത്രമാത്രം പണം തട്ടിയെടുക്കാം നോക്കാം അത്രമാത്രം നോക്കാൻ ശ്രമിച്ച അയാൾക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് കരുണ ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് കൊട്ടേഷൻ കൊടുത്ത് തൻ്റെ അച്ഛനെയും കൊണ്ട് കൊലപാതകം ചെയ്യിച്ച ആ മനുഷ്യൻ
ഒരു ജീവന്റെ പേരും പറഞ്ഞ് മഹാലക്ഷ്മിയുടെയും അനന്തുവിൻ്റെയും കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുക്കാൻ നോക്കിയത്. ഇപ്പം സത്യങ്ങളെല്ലാം കണ്ണനോട് മഹാലക്ഷ്മിയും അതുപോലെ പ്രതാപനും തുറന്നു പറഞ്ഞു എന്നുള്ളത് കാര്യം മനസ്സിലാക്കി കണ്ണൻ്റെ അതുപോലെ മാർക്കോയുടെയൊക്കെ കയ്യിൽ നിന്ന് നല്ലൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന വാമദേവനാണെങ്കിൽ ഇപ്പോൾ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കരുണയല്ലേ ആള്, അവൾ ആഗ്രഹിച്ച കാര്യം നടത്താതെ പിന്നോട്ടില്ല. അയാളെപ്പോലെ അതേ മനസ്സുള്ള കരുണയാണെങ്കിൽ അയാളിൽ നിന്നും ആ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിരുന്ന പണം സ്വന്തമാക്കാൻ വീണ്ടും വിളിക്കുന്നുണ്ട്. വാമദേവൻ അമ്മാവനെ കരുണ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ അമ്മാവൻ കോൾ എടുക്കുന്നുണ്ട്. എന്ത് പറയാനാണെന്നുള്ളൊരു ടെൻഷൻ അദ്ദേഹത്തെ അലട്ടിയൊക്കെ ചെയ്യുന്നു. എങ്കിലും എന്താ മോളെ എന്താ, അമ്മാവൻ പേടിക്കുന്നത് പോലെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് കണ്ണേട്ടൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. മോൾ എന്താ പറയുന്നത്? ഞാനാ കൊട്ടേഷൻ കൊടുത്തെന്നുള്ള കാര്യം കണ്ണൻ അറിഞ്ഞിട്ടില്ലെന്നോ? അതെ, അച്ഛൻ അച്ഛൻ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ കണ്ണേട്ടനോട് തുറന്നു പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും നന്നായല്ലോ മോളെ, അവൻ എങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നല്ലോ. അല്ലായിരുന്നെങ്കിൽ ഉണ്ണിയും ദുർഗയൊന്നും എന്നെ ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ 1 രൂപ കുറയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വീണിരിക്കണം. അല്ലെങ്കിൽ ഈ സത്യങ്ങളെല്ലാം കണ്ണേട്ടനോട് തുറന്നു പറയാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. ഇതുവരെ മഹിക്കും അനന്തുവേട്ടനും ഒന്നും അറിയില്ല. അമ്മാവനാണ് കൊട്ടേഷൻ കൊടുത്ത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊല്ലിച്ചെന്നുള്ള കാര്യം. എന്തായാലും എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരനായി കണ്ടുപിടിച്ചു. ഇനി ഉണ്ണിയേട്ടൻ ഈ സത്യങ്ങൾ അറിയുന്ന താമസേ ഉള്ളൂ. എൻ്റെ ജീവിതം എന്താകും എന്നുള്ള കാര്യം മറ്റാരേക്കായും വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആ കിട്ടാമെന്ന് പറഞ്ഞ പൈസ തന്നിരിക്കണം. അല്ലെങ്കിൽ അമ്മാവനുണ്ടാകുന്ന നഷ്ടം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ മോളെ, എനിക്ക് മഹിയുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാ മോക്ക് ഇത്രയും വലിയ തുക തരുന്നത്? മഹിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ലെങ്കിലും 12ാമത്തെ വയസ്സിൽ കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ച് കണ്ണേട്ടൻ വീൽചെയറിലായതാ. അന്നു മുതൽ ഇന്ന് വരെയും ഈ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം നോക്കിയത് ആരാ? അമ്മാവൻ തന്നെ അല്ലായിരുന്നോ? പിന്നെ എന്ന് മുതലാ ഉണ്ണിയേട്ടൻ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിയതെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഒരുപാട് രൂപ അമ്മാവൻ ഇപ്പം തന്നെ പറ്റിച്ചും വെട്ടിച്ചും അക്കൗണ്ടിലാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം മറ്റാരേക്കായും വ്യക്തമായിട്ട് എനിക്കറിയാം. ഇപ്പം അമ്മാവൻ താമസിക്കുന്ന ഈ സിറ്റുവേഷൻ കണ്ടാലും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രൂപയിൽ ഒരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞ് കരുണ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ട് എന്ത് വേണമെന്നറിയാൻ വയ്യാതെ മഹാലക്ഷ്മി പകച്ചു നിന്നതുപോലെ തന്നെ അമ്മാവനും പകച്ചു നിൽക്കുന്നുണ്ട്. കാത്തിരിക്കാം.